ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ സുധീനെയും ചന്ദ്രനെയാണ് കാണിക്കുന്നത്. അങ്ങനെ സുധി ആകെപ്പാടെ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുധിക്ക് ഒരു വെപ്രാളവും പരവേശവും ഒക്കെയാണ്. ഇനിയിപ്പം പ്രമാണം പണയം വെച്ചിരിക്കുന്നു, തനിക്ക് ആകെയുള്ള അന്തസ്സും വിലയും നിലയും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വീടാണ്. ആ ഒരു വീട് തൻ്റെ പേരിലാണല്ലോ. ആ ഒരു അഹങ്കാരവും നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പ്രമാണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പിന്നെ ചത്തോണ്ടാൽ മതി നമ്മുടെ ചന്ദ്ര. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം പേടിച്ച് വിറച്ചാണ് നമ്മുടെ ശ്രുതിക്ക് അതെടുത്ത് കൊടുത്തത്. അപ്പം ശ്രുതിക്ക് എടുത്ത് കൊടുത്തു. ആ കാര്യം വന്ന് സുധിയോട് പറഞ്ഞു. അപ്പോൾ സുധി സമാധാനപ്പെടുത്തുകയാണ്. ഒരു 2 മാസം കൊണ്ട് ഞങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അമ്മയ്ക്ക് ആ പ്രമാണം എടുത്തു തരാൻ പറ്റും. ശ്രുതിക്ക് നല്ല കഴിവുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. പിന്നെ ഞാനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചന്ദ്രയ്ക്ക് പേടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിൽ മോനെ നീ എന്നെ കഷ്ടത്തിലാക്കരുത്, കഴിഞ്ഞ പ്രാവശ്യത്തെ വിവാഹം പോലെ ആയി പോകരുത്. അറിയാലോ അമ്മ ജീവൻ പണയം വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ സമയത്ത് നിനക്ക് ഓടിപ്പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അമ്മ എന്താ അമ്മേ പറയുന്നത്? അമ്മ ഒരു പെണ്ണിനെ കണ്ടെത്തി എനിക്ക് തന്നില്ലേ? സത്യം പറയാലോ, അമ്മ ശ്രുതിനെ കണ്ടെത്തി എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് ശ്രുതിനെ വിവാഹം കഴിക്കാൻ തോന്നിയത്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ശ്രുതിനെ വിവാഹം കഴിക്കില്ലായിരുന്നു. അമ്മ പറയുന്ന ഏതൊരു പെണ്ണിനെയും ഞാൻ വിവാഹം കഴിക്കും. പക്ഷേ രേവതി അങ്ങനെയല്ലായിരുന്നു. ആ ഒരു വിവാഹം എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പോയത്. അതുകൊണ്ട് ഒരിക്കലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഓർത്തിട്ട് അമ്മ പേടിക്കണ്ട. ഒരിക്കലും ഞാൻ ശ്രുതിനെ വിട്ടിട്ട് പോവില്ല. അതുമല്ല, ശ്രുതി എൻ്റെ ആ ഒരു ഇതിന് ചേരുന്ന പെണ്ണ് തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ എന്തോ ചെറിയ ഒരു മാച്ചിങ് ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല അമ്മേ, ശ്രുതി ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനും ചേരുന്ന പെണ്ണ് തന്നെയാണ്. ഏതായാലും നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ പോവാ. അവളുടെ അച്ഛനും കോടീശ്വരനല്ലേ എന്ന് പറഞ്ഞപ്പം അതാ മോനെ എൻ്റെ ഏക ആശ്വാസം. അവളുടെ അച്ഛന് ആവശ്യത്തിലേറെ സ്വത്തുണ്ട്. അച്ഛനോട് എത്ര പിണക്കമാന്നൊക്കെ പറഞ്ഞാലും മക്കളുടെ സ്വത്ത് അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ. അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടമാകാനൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കോടീശ്വരൻ്റെ മോളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുക എന്നതൊക്കെ. അതൊക്കെ നടക്കാൻ പോവുകയാണല്ലോ എന്നോർത്തിട്ട് ഒരു സമാധാനം. സാരമില്ല മോനെ, എല്ലാം ശരിയാകുമായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും ആ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ എൻ്റെ മോൻ ഒരിക്കലും തല കുനിഞ്ഞു നിൽക്കാൻ പാടില്ല. എന്നും എൻ്റെ മോനായിരിക്കണം 1ാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സുധീനെ സമാധാനപ്പെടുത്തുന്നു. സുധി ചന്ദ്രനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും തന്നെയാണ്. അങ്ങനെ രേവതിയും സച്ചിയും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് എത്തി. ആ സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ കയറാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സച്ചി ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് ആ സീറ്റിൽ നിന്നൊന്ന് മാറണം രേവതിയുടെ അടുത്തുനിന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി രക്ഷപ്പെടണമല്ലോ. അപ്പോൾ അത് ഓർത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കുട്ടീനെയും കൊണ്ട് ഒരമ്മ വരുന്നത്. ആ കുട്ടീനെയും കൊണ്ട് അമ്മ വരുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചി അതേ മോനെയും കൊണ്ടേ നിൽക്കുമൊന്നും വേണ്ടതേ ഇവിടെ ഇരുന്നോ, ഈ സീറ്റുണ്ടല്ലോ ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അല്ല, അപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അപ്പോൾ ആ സീറ്റിൽ ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞു. കാരണം അപ്പുറം ഇരിക്കുന്നത് ഒരു പുരുഷനാണ്. അപ്പം അതായത് ഒരു ജെൻസിൻ്റെ കൂടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി നേരെ പോയി അപ്പുറം ഇരിക്കുന്ന ആ ഒരു ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് രേവതിയുടെ സീറ്റിൽ ആ ചേച്ചീനെ പിടിച്ചിരുത്തി. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ശ്രുതിയുടെ അമ്മ തന്നെയാണ്. ശ്രുതിയുടെ അമ്മയും മകനുമാണ് വന്ന് ആ ഒരു സീറ്റിലിരുന്നത്. അങ്ങനെ ആ ഒരു സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും ആ കുട്ടി ടാൻസ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചേച്ചി അല്ലല്ലോ ഞാനല്ലേ സീറ്റ് തന്നെന്ന് പറയുമ്പം ആ കുട്ടി പറയുന്നുണ്ട്, ഈ സീറ്റ് ആര് തന്നാണെങ്കിലും ഈ വണ്ടിയുടെ ഓണറിൻ്റെ അല്ലേ ഈ സീറ്റ്. അപ്പം ഞാൻ താങ്ക്സ് പറയേണ്ടത് ചേട്ടനോടൊന്നുമല്ല ഓണറിനോടല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി ഒരുപാട് വാദോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കിലിന്ന് സംസാരിക്കുന്നു. അപ്പം രേവതിക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ സംസാരിക്കുന്ന പിള്ളേരെ ആർക്കാണെങ്കിലും പെട്ടെന്നൊരു ഇഷ്ടം തോന്നും. അങ്ങനെ മോൻ്റെ വീട് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി താമസിക്കുന്ന സ്ഥലം ഇവിടെയാ, നിങ്ങൾ ഈ സ്ഥലത്തുള്ളതല്ലേന്ന് ചോദിച്ചു ആ അമ്മ. അതായത് ശ്രുതിയുടെ അമ്മ ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ഞങ്ങൾ ഇവിടെയല്ല താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്
നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ആണോ, അവിടെയാണ് എൻ്റെ മോളും താമസിക്കുന്നത്, എൻ്റെ മോൾക്ക് അവിടെയാണ് ജോലി എന്ന് പറഞ്ഞു. ആ, അമ്മയുടെ മോൾക്ക് അവിടെയാണോ ജോലി? അതെ, എൻ്റെ ചേച്ചിക്ക് അവിടെ തന്നെയാണ് ജോലി എന്നൊക്കെ ഇങ്ങനെ കുട്ടി പറയാണ്. ഈ ഒരു സമയത്ത് കുട്ടി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ അല്ല, മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം വന്നത്. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രുതിയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് എന്തോ പോലെ ആയിട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ, ഇവൻ അമ്മയും അച്ഛനും ഇല്ല, ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചും പറഞ്ഞു, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് ഈ അമ്മൂമ്മയും ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ. ചേച്ചീനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ചേച്ചിയാ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്, ഞാൻ പറയുന്നതൊക്കെ ചേച്ചി എനിക്ക് മേടിച്ചുകൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുട്ടി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് അങ്ങ് എന്തോ പോലെ ഇപ്പോൾ, കാരണം ചോദിച്ചല്ലോ എന്ന് ഒരു ഇത് തോന്നൂല നമുക്ക്, അച്ഛനും അമ്മയും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയായിപ്പോൾ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇല്ല, എൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ എല്ലാവരുടെയും അച്ഛനും അമ്മയാണ് വരുന്നത്, പക്ഷേ എൻ്റെ സ്കൂളിലെ PTA മീറ്റിങ്ങിന് എൻ്റെ അമ്മൂമ്മയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും എന്തോ ഒരു വിഷമം പോലെ വന്നിട്ട്, അതിനിപ്പോൾ എന്താ, അമ്മൂമ്മ മോൻ്റെ കൂടെ ഇല്ലേ, ഈ ഏട്ടൻ്റെ കൂടെ ഉണ്ടല്ലോ, അമ്മൂമ്മയാണ് ഉണ്ടായിരുന്നത്, ഈ ഏട്ടനെ അമ്മൂമ്മയാണ് വളർത്തിയത്, ഈ ഏട്ടൻ്റെ പേരൻസ് മീറ്റിങ്ങിനും അമ്മൂമ്മയാണ് വന്നുകൊണ്ടിരുന്നത്, മോനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുവേ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയുടെ അമ്മയും ചോദിച്ചു, അല്ല എന്താ മോനെ അച്ഛനും അമ്മയും ഇല്ലേ? എനിക്ക് അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ വേണ്ടുവോളം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അമ്മയുടെ സ്നേഹം ഞാൻ എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്, അവിടെ നിന്നാണ് ഞാൻ പഠിച്ചതും ഒക്കെ, അതുകൊണ്ട് ഇവനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞു. ഏതായാലും അങ്ങനെ അവർ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അടുപ്പമൊക്കെ ആകുകയാണ് അവർ തമ്മിൽ, ശ്രുതിയുടെ അമ്മയും ആ ഒരു കുഞ്ഞും തമ്മിലും രേവതിയും സച്ചിയും തമ്മിൽ പ്രത്യേക ഒരു അടുപ്പാവുകയാണ്. വഴിയിൽ വെച്ച് കണ്ട യാത്രക്കാരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം ചോദിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ പിന്നെ കാണിക്കുന്നത് അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നമ്മുടെ ശ്രുതിയുടെയും വിവാഹത്തിൻ്റെ ആ ഒരു ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ശ്രുതിയുണ്ട്, അതുപോലെ ചന്ദ്രയുണ്ട്, ശ്രുതിയുടെ കൂട്ടുകാരിയുണ്ട്, ശ്രുതിയുണ്ട്, പിന്നെ നമ്മുടെ രവീന്ദ്രനും ഒക്കെ ഉണ്ട്, ഭാമയും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്നിങ്ങനെ ഡേറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശ്രീ വരുന്നത്. അപ്പം ശ്രീ വന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഇതുവരെ കണ്ടില്ലല്ലോ, ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുന്നു, വല്ലാത്തൊരു കെയറിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് രവീന്ദ്രൻ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇത് കുട്ടിക്കളിയല്ല, നീ ഒരു കാര്യം ഓർക്കണം, നിനക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഇന്ന് വിവാഹം കുറിക്കുകയുള്ളൂ. നിനക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം, അല്ലാതെ ഇനി ആ ഒരു സമയത്ത് വിവാഹ സമയത്ത് നിനക്ക് ഇറങ്ങിപ്പോകാനോ ഒന്നും ഇനി ഞങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പറയുക, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ മാത്രം നീ സമ്മതിച്ചാൽ മതി, എങ്കിൽ മാത്രമേ ഈ വിവാഹം നടത്തുകയുള്ളൂ. അല്ലാതെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇല്ല അച്ഛാ, ഒരിക്കലും ഇല്ല, അന്ന് അറിയാലോ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എനിക്കും ആ ഒരു വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തകർന്നു പോയി അച്ഛാ. പക്ഷേ ഈ വിവാഹം അതുപോലെയല്ല, എനിക്ക് ശ്രുതിനെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ വിവാഹ സമയത്ത് ഞാൻ അച്ഛൻ പറയുന്ന പോലെ ഓടിപ്പോകുമോ മുങ്ങുമോ ഒന്നും ചെയ്യത്തൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പാണല്ലോ എന്ന് ചോദിച്ചു. ഉറപ്പാണെന്നും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശ്രുതി സംസാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, എന്തു പറ്റി, അച്ഛൻ എന്തോ പേടിപ്പിച്ച് സംസാരിക്കുന്നതൊക്കെ പോലെ തോന്നിയില്ലോ, എന്താ അച്ഛനുമായിട്ട് വല്ല വഴക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം അച്ഛനുമായിട്ടൊരു വഴക്കൊന്നുമില്ല, അത് ഞങ്ങളൊരു കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ശ്രുതിയുടെ കൂട്ടുകാരിയും ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു ജോത്സ്യനെ കൊണ്ട്, അവിടുത്തെ ശാന്തിനെ കൊണ്ടാണ് കേട്ടോ സമയമൊക്കെ നോക്കിക്കുകയാണ് നമ്മുടെ ചന്ദ്രയും ഭാമയും രവീന്ദ്രനും. അപ്പോഴാണ് ശ്രീ കയറി വരുന്നത്. അങ്ങനെ ശ്രീകാന്ത് കയറി വരുന്നു. ശ്രീകാന്ത് കയറി വന്ന ഉടനെ തന്നെ
ചന്ദ്ര ചോദിച്ചു, അല്ല നിനക്ക് എങ്ങനെയാടാ മനസ്സിലായത് മോനെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? അതെന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഏട്ടൻ്റെ വിവാഹത്തിൻ്റെ ദിവസം കുറിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ഏടത്തിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഏടത്തിയാകാൻ പോകുന്ന ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നും നമ്മുടെ ഏട്ടന് പറ്റിയതാണോ എന്നൊക്കെ അറിയണ്ടേ, മാച്ചാണെന്നൊക്കെ അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ കാണാൻ വന്നത്. എൻ്റെ ഏടത്തി വന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ദേ അവിടെ നിന്ന് അവർ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് നേരെ ചെല്ലുകയാണ്. നേരെ ചെല്ലുന്ന ഉടനെ തന്നെ ഒരു അടിയൊക്കെ കൊടുത്തോണ്ടാട്ടോ ചെല്ലുന്നത്. ചേട്ടന് ഒരു അടിയൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. നമ്മുടെ സുധിയാണെങ്കിൽ ഒരു ചെറിയൊരു അടി മതിയല്ലോ, അയ്യോ എന്നും പറഞ്ഞ് കാറ് നീങ്ങി നിൽക്കാൻ ഒരു മനസ്സ് ശേഷിയോ അങ്ങനെ പ്രത്യേകിച്ചൊരു ശാരീരികമായിട്ടൊരു ബലക്കുറവാണ് നമ്മുടെ സുധിക്ക്. കാരണം വേറെ ഒന്നുമല്ല, ചന്ദ്ര കൊഞ്ചിച്ച് വളർത്തിയതാണ്. മണ്ണിലോ ചെളിയിലോ ഒന്നും വളരാതെ വീട്ടിനകത്ത് മാത്രം ഇരുത്തി വളർത്തിയതിൻ്റെ ആ ഒരു കുറവുകളെല്ലാം നമ്മുടെ സുധിക്കുണ്ട്. അപ്പം സുധിക്കൊരു ഒച്ച കേട്ടാൽ മതി, സുധി പേടിക്കും. ആ ഒരു സീനും അവിടെ ഉണ്ട് കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ സുധി പെട്ടെന്ന് ശ്രുതിയുടെ സാരിത്തുമ്പി കയറി പിടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്ന് പേടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, സുധീനെ വളർത്തി വഷളാക്കി കളഞ്ഞതാണ്. കാരണം ഒരു പെട്ടെന്നൊരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കുവാനുള്ള ഒരു ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും പാകപ്പെട്ടിട്ടില്ല നമ്മുടെ സുധി എന്ന് പറയുന്ന വ്യക്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് വന്ന് നമ്മുടെ ശ്രീകാന്ത് ഒരു അടിയും കൊടുക്കുന്നത്. ഞെട്ടിപ്പോയി സുധി. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഒരു മനുഷ്യനെ ഇങ്ങനെ പുറകിൽ നിന്ന് വന്ന് അടിക്കുന്നത് ഇത് എന്ത് മാനേഴ്സാണ് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനോട് തട്ടിക്കയറുകയാണ് ശ്രുതി. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ നിൽക്ക് എല്ലാ അവകാശം ഉള്ളതാണ് എന്നെ എൻ്റെ അടിക്കാനുള്ള എല്ലാ അവകാശമുള്ള എൻ്റെ ഇളയ അനിയനാണ് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു. അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടാളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതാണോ എൻ്റെ ഏട്ടൻ്റെ ഭാവി വധു എന്ന് ചോദിച്ചപ്പം അതെ ഇതാണെന്ന് ശ്രുതി പറഞ്ഞപ്പോഴേക്കും ഏതായാലും ആകെ മൊത്തത്തിൽ പൊരുത്തമുണ്ടോ മാച്ചാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും വന്നപ്പോൾ തന്നെ വിവാഹത്തിന് മുമ്പ് ഇത്രയ്ക്ക് കെയറിങ് ആണോ എൻ്റെ ഏട്ടനെ? അപ്പം പിന്നെ വിവാഹം കഴിഞ്ഞാൽ എന്ത് ഇതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രീകാന്ത്. അപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചേച്ചീനെ കുറിച്ച് അമ്മ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ചേച്ചിയുടെ അച്ഛന് പുറത്ത് ബിസിനസ് ഉണ്ടെന്നും ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. പുറത്ത് എവിടെയാ എന്തൊക്കെയോ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് അതൊന്നും പറയാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരിയാണ് ഇതിനെല്ലാം മറുപടി കൊടുക്കുകയും ഒരു തമാശ രൂപേണ ഇതെല്ലാം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. കാരണം വിഷയം മാറ്റണമല്ലോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ കിള്ളി ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങ് വല്ലാണ്ടായിപ്പോയി നമ്മുടെ ശ്രുതി. അപ്പം ശ്രുതിക്ക് എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടുന്നത് പോലെ, അതായത് ചന്ദ്രയുടെ കണ്ണ് മൂടിക്കെട്ടുന്നത് പോലെ എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടാൻ നമ്മുടെ ശ്രുതിക്ക് പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ തടി തപ്പി രക്ഷപ്പെടുകയാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത്. കക്കാൻ പഠിച്ചവന് നിൽക്കാൻ പഠിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രുതി അല്ലാട്ടോ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രുതിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാനും അവിടെ കൊണ്ട് പിടിച്ച് നിൽക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം. കള്ളത്തരമൊക്കെ എങ്ങനെയാണ് മൂടി വെക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ അവിടെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ കഴിയുകയാണ്. അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രീകാന്തും ഈ ശ്രുതിയുടെ കൂട്ടുകാരിയും തമ്മിൽ ഭയങ്കര സംസാരം. ഈ സംസാരം കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് കുരു പൊട്ടാൻ തുടങ്ങി. ഭാമയോട് പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ 2-3 ആമക്കളുണ്ടെങ്കിൽ ചിറകിൻ്റെ അടിയിൽ കൊണ്ട് നടക്കണമല്ലോ വിവാഹം കഴിക്കുന്നത് വരെ. എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നീ ഒന്നും ചെയ്യണ്ട, ഇപ്പം നീ ഉള്ള കല്യാണം ഒന്ന് നടത്താൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ശ്രീകാന്തിൻ്റെ കാര്യം ഓർക്കാം. ഇപ്പം നീ ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസമൊക്കെ കുറിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ശാന്തി ഒരു ദിവസമൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അടുത്ത ഒരു മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വേറൊരാളെ നമ്മൾ കണ്ടു അല്ലേ? ഇപ്പം നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണും. അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ പെണ്ണ് തന്നെയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ പെണ്ണായിട്ടൊന്നും ഇല്ല, ഇപ്പം ശ്രീകാന്തിൻ്റെ പെണ്ണായിട്ട് വരുന്നതാണ് ആ ഒരു പെൺകുട്ടി. അപ്പോൾ അതിലും കുറേ ടെസ്റ്റുകളൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ ഫുൾ വിശേഷം അല്ലാട്ടോ, ജനറൽ പ്രമോ 1 വീക്ക് പ്രമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒരു വലിയ കോടീശ്വരി തന്നെയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് സ്വപ്നം കാണാവുന്നതിനും അപ്പുറമുള്ളൊരു കോടീശ്വരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ സച്ചി അടിച്ചില്ലായിരുന്നു. സച്ചി ഒരു ദിവസം ആ ഒരു എന്താ പറയുക,
രവീന്ദ്രൻ്റെ വിരമിക്കൽ ചടങ്ങിൽ പോയപ്പോൾ ഒരു ഓഫീസർക്കിട്ട് ഒരു അടി കൊടുത്തായിരുന്നല്ലോ. ആ ഓഫീസർ കാരണമാണ് ഇപ്പോൾ നമ്മുടെ രവീന്ദ്രന് ആ ഒരു ഇത് പെൻഷൻ കിട്ടാതിരിക്കുന്നത്. അപ്പം ആ ഒരു ഓഫീസറില്ലേ, ആ ഓഫീസറുടെ മകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മകളെയും കാണിച്ചുകൊണ്ടൊക്കെയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. കാരണം കുറച്ച് തൻ്റേടി എന്നൊക്കെ പറയാം. തൻ്റേടി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, കുറച്ച് അഹങ്കാരവും ആ ഒരു പണത്തിൻ്റെ കൊഴുപ്പുമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം ആ പെൺകുട്ടിയും നമ്മുടെ ശ്രീകാന്തും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വേറെ എങ്ങനെയും അല്ല കണ്ടുമുട്ടുന്നത്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ശ്രീകാന്ത് പെട്ടെന്നൊരു കാഴ്ച കാണുകയാണ്. അത് വേറൊന്നുമല്ല, ഒരു ആക്സിഡൻ്റ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ച് ഒരു അമ്മൂമ്മേനെ തെറിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പം ആ പെൺകുട്ടീനെ ഫോളോ ചെയ്ത് ശ്രീകാന്ത് പിടിക്കുകയും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുകയും വഴക്കാകുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ അമ്മയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഇനി ശത്രുക്കളാട്ടോ ആകുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ ശത്രുക്കളാണ്. പതിയെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരൊക്കെ ആകും. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വധുവായിട്ട് വരുന്ന പെൺകുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. നമ്മുടെ രേവതിയും സച്ചിയും ശ്രുതിയുടെ അമ്മേനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏതായാലും തിരിച്ചറിയുമോ, എന്തെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ? അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അപ്പം ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ വിശേഷം, പ്രമോ വിശേഷം വൈകിട്ട് നമ്മൾ 7:30 ഇടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വിശേഷം നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയൊക്കെ ഉണ്ട്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.